JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ. 23/10/2024 പരീക്ഷ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഈ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലിന്റെ കാര്യത്തെക്കുറിച്ച് എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റിന്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിന് എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ പ്രൊഫസർ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സിലബസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഈ അടുത്ത ദിവസം കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫസർ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കണ്ടതാണല്ലേ നമ്മുടെ പരീക്ഷ, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷ എത്ര കണ്ട് പ്രയാസമായിരുന്നു എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും കണ്ടതാണ്. അതുപോലെയൊക്കെ തന്നെ ചോദ്യങ്ങൾ നമുക്ക് ഈ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം 115 വേക്കൻസികളാണ് നിലവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 63,388 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജനറൽ കാറ്റഗറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറി വരുമ്പോൾ 2,575 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള സ്കെയില് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിരുന്നു. ശമ്പള സ്കെയില് 20,280, 54,720 ശമ്പള സ്കെയില് വരുന്നത്. അതുപോലെ തന്നെ 23/10/2024 പ്രസ്തുത പരീക്ഷ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കൂടാതെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം HDC അല്ലെങ്കിൽ JDC പാസ്സായിരിക്കണം. അല്ലെങ്കിൽ BCom ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം BCom കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോഗ്യതയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. കൂടാതെ വേക്കൻസി കൂടാൻ സാധ്യതയുണ്ടോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം 115 വേക്കൻസികളായിരുന്നു നമ്മൾ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ 17 വേക്കൻസി കൂടി എക്സ്ട്രാ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ 115 പ്ലസ് 17 വേക്കൻസി കൂടി നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേക്കൻസികൾ കൂടുമോ അല്ലെങ്കിൽ മുമ്പോട്ട് ഇനി വേക്കൻസികളൊക്കെ പ്രതീക്ഷിക്കാമോ എന്നൊക്കെ ചോദിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും 17 വേക്കൻസി കൂടി നിലവിൽ കൂടിയിട്ടുണ്ട്. കൂടാതെ ഇനിയും മുമ്പോട്ട് വേക്കൻസികൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ വരുന്ന വേക്കൻസികളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവുകളെല്ലാം തന്നെ ഇതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് വരുന്ന ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതാണ്. അപ്പോൾ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഇനി റാങ്ക് ഫയൽ മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ മേടിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് റാങ്ക് ഫയൽ, അതായത് MCQ ബേസും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കിട്ടാനുള്ള സാധ്യത, അങ്ങനെ റാങ്ക് ഫയൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ഫയൽ മേടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്രയധികം പ്രയോജനപ്രദമായ റാങ്ക് ഫയലാണ്. കാരണം അത്രയധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആവർത്തിച്ച് വന്നുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 18 to 40 OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഇത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സുവർണ അവസരമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ളൂ. ആ ദിവസങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ റാങ്ക് ഫയലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.